ആഴ്ച മുഴുവൻ നമ്മുടെ നാട്ടിൽ പെരുന്നാളാണ്. ശാന്തം ഇനി തുടക്കണം അല്ല അതിൽ ഒന്നു മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പായസം കുടിക്കാനും ചോറ് കഴിക്കാനും പിന്നെ സീറണിക്കാനും അൽഹംദുലില്ലാ ഇന്നത്തോടു കൂടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള VIP ആയിട്ടുള്ള നല്ല രൂപത്തിലുള്ള പരിപാടികൾ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 4 മണിക്ക് കൃത്യമായി നമുക്ക് നമ്മുടെ സദസ്സ് തുടങ്ങും. വരുമ്പോ കഴിഞ്ഞ കൊല്ലം എങ്ങനെ പറഞ്ഞിരുന്നു അവിടെ വെളുത്ത പ്രശ്നം ധരിച്ചത് അൽഹംദുലില്ലാ ആ സദസ്സ് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമായിരുന്നു. പറയാൻ കളറും ഇതല്ല റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നല്ല കുളിച്ചിട്ട് കുറച്ച് 3 മണിക്ക് എനിക്ക് ആരല്ലേ ആ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ് ഈ ദുനിയാവ് മുഴുവൻ അന്ന് പഠിച്ചത്. ഈ ലോകം തന്നെ പഠിച്ചത് സ്വർഗവും നരകവും എല്ലാം ഹബീബായ തങ്ങളെ പഠിച്ചതിന് ശേഷം ആദ്യം പഠിച്ചത് റസൂലുള്ളാഹിന്റെ മോളാണ് പഠിച്ചാൽ അതാണ് തുടക്കം. അപ്പൊ ആ ഹബീബ് നൂറായി പറയപ്പെട്ട ഹബീബ് മനുഷ്യനായി നമ്മിലേക്ക് പിറന്നു വീഴുന്ന ആ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളപ്പുറമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നമ്മള് ഉമ്മത്ത് മുഹമ്മദിന് മാത്രമേ ഉള്ളതാണ് അല്ലെ. ഉമ്മത്ത് ആളുകൾ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. അല്ല നോമ്പ് തുറന്നതിന് മുമ്പ് നോമ്പ് മദീനയിൽ പോയിട്ടല്ലേ നോമ്പ് തുടങ്ങി. അതിന് മുമ്പ് മക്കയിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടായി. മക്കത്ത് ലൈലത്തുൽ ഖദ്ർ ഇല്ല. ലൈലത്തുൽ ഖദ്ർ മദീനയിൽ പോയിട്ട് നോമ്പ് തുടങ്ങിയ ശേഷമാണ് 27 ദിവസം ലൈലത്തുൽ ഖദ്ർ അല്ലെ. പക്ഷെ നമ്മളെ ഹബീബ് ആ ഹബീബായ ലോകം പറക്കുന്നതിന് മുമ്പ് തന്നെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടി എല്ലാവരും നല്ല രൂപത്തിൽ അതിന് സഹകരിക്കാം, ഉഷാറാക്കാം, പങ്കെടുക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി അൽഹംദുലില്ലാ ഈ രൂപത്തിൽ നല്ല വിജയത്തിനായി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നല്ല റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഓരോ മെമ്പർമാർക്കും ഇങ്ങനെ ഓടി നടക്കാം. ആ ഓരോരുത്തരുടെ നല്ല രൂപത്തിലുള്ള അധ്വാനമാണ് ഇതിനു വേണ്ടി അവർ നീക്കിവെച്ചത്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ സീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ് അല്ലാഹു തആലയുടെ പ്രവർത്തനം കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നുമല്ല. വലിയ നമ്മുടെ മക്കളുടെ പ്രൈസ് ഉണ്ടാവണം. നമ്മുടെ കാര്യങ്ങളൊക്കെയും ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല വിജയത്തിലാണ്. അപ്പോ നമ്മുടെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു പ്രതിനിധിയാണ്. നമുക്ക് എല്ലാവർക്കും അധ്വാനിക്കാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് ആളുകളെ ഞങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ അൽഹംദുലില്ലാ നല്ല രൂപത്തിലുള്ള സഹകരണങ്ങൾ സപ്പോർട്ടുകൾ നാട്ടുകാരായ നമ്മുടെ ഭാഗത്തിരുന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ സഹകരിച്ചവരാണ്. അല്ലാഹുവേ ആരൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ടോ അവർ മുഴുവൻ നീ സഹായിക്കണേ. ധൈര്യമായ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ. പല രൂപത്തിലുള്ള വാദങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. രോഗശമനം, അതുപോലെ മരിച്ചുപോയ കുടുംബങ്ങളും, അതുപോലെ മക്കളില്ലാത്തതിന്റെ വേജാറും, അതുപോലെ പല രൂപത്തിൽ വീടില്ലാത്ത പ്രശ്നം, അതുപോലെ കടങ്ങൾ, അതുപോലെ കെട്ടിച്ചു കൊടുക്കാൻ പ്രായമായി നിൽക്കുന്ന പെണ്ണുമക്കൾ, അതുപോലെ മക്കളുടെ സ്വഭാവം നന്നായിട്ടില്ല, അങ്ങനെ പലതും പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ഈ സദസ്സ് കൊണ്ട് നേടിയെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ നമുക്ക് ഇവിടെ ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ അധ്വാനം കൊണ്ട് നല്ല രൂപത്തിലുള്ള സദസ്സ് കഴിഞ്ഞാൽ ഇവിടെ പോകുമ്പോൾ നല്ല ക്ഷീണി, അതുപോലെ ജാഥ കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് 7 മണിക്ക് തന്നെ ജാഥ പുറപ്പെടും. എല്ലാവരും പങ്കെടുക്കാം. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു മൗലിദ് സദസ്സ് ഇവിടെ നടത്തിയിട്ട് പിന്നെയും ഒരു ക്ഷീണിയുണ്ട്. ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച നമ്മുടെ മക്കളുടെ പരിപാടിയാണ്. നാളെ രാത്രി മഗ്‌രിബിന്റെ ശേഷം ഒരു വാദ പരിപാടിയുണ്ട്. സ്റ്റേജിൽ എല്ലാവരും പങ്കെടുക്കാം. അതുപോലെ ചൊവ്വാഴ്ച നമ്മുടെ മക്കളുടെ പരിപാടി, അന്നത്തെ ഭക്ഷണം നമ്മുടെ ബഹുമാനപ്പെട്ട റക്കീച്ചാന്റെ എല്ലാം കൊണ്ടുകൊടുക്കുന്ന ആ രൂപത്തിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് അല്ലാഹു തആല വലിയ ബറക്കത്തും ഖൈറും നൽകുമാറാകട്ടെ. മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പിതാവ്, അതുപോലെ മാതാവും, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ, കുടുംബത്തിൽ മരിച്ചുപോയവർ എല്ലാവരിലേക്കും അതിന്റെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നെ ബുധനാഴ്ച പരിപാടി, ആ ബുധനാഴ്ച നമ്മുടെ ഇവിടുത്തെ SKSFന്റെ പ്രവർത്തകരും നമ്മുടെ GDS റോഡ് നമ്മുടെ പരിസരങ്ങളിലുള്ള ചെറുപ്പക്കാരൊക്കെയും കൂടിയിട്ട് അന്നും ഇവിടെ ലൈവായിട്ട് നമ്മുടെ മക്കൾക്കും നാട്ടുകാർക്കൊക്കെയും ഭക്ഷണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം 12 ഈ കൊല്ലം വിമർശനം കൂടിയപ്പോ 12 എനിക്ക് വിമർശനം കൂട്ടുന്നുണ്ട്. അടുത്ത കൊല്ലം പിന്നെ ഒരു 12 കൂടി. അത് റസൂലുള്ളാഹി ഏറ്റെടുത്തതാണ്. എത്ര ഞങ്ങൾ റസൂലുള്ളാഹിനെ താഴ്ത്താനും പിന്നെ അമർത്താനും ശ്രമിക്കുന്നുണ്ടോ ഏറ്റെടുത്തത് അല്ലാഹുവാണ്. കഴിഞ്ഞ കൊല്ലം ആടെ മാത്രമല്ല ആളുകൾ ഇപ്പൊ അപ്പുറത്തുന്നുണ്ട് ഒരു സംഗീതത്തിന്റെ ആളുകളും ഇതാണ്. അല്ലാഹു തആല ഇനിയും ഹബീബിന്റെ ദർജ ഉയർത്തുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയാണ് നമ്മുടെ സമാപന പരിപാടി. ആ പരിപാടി തീരുന്നത് വരെ നമ്മുടെ നാട്ടിൽ പെരുന്നാളാണ്. മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും പെരുന്നാൾ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കാം. ഒരുപാട് ചെറുപ്പക്കാർ ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കാം. ഒരാള് വേർതിരിച്ച് കാണിക്കാനില്ല. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരും അധ്വാനിക്കുന്നവരുമാണ്. അല്ലാഹു അവരുടെ പ്രവർത്തനം കബൂലാക്കുമാറാകട്ടെ. അവർ ആ രൂപത്തിൽ ഇവിടെ സ്വീകരണം ഉണ്ടാക്കുമ്പോൾ ഇതിനു വേണ്ടി ആട് കൊടുത്തവർ, അരി കൊടുത്തവർ, പൈസ കൊടുത്തവർ, ഇറച്ചി കൊടുത്തവർ, അതുപോലെ പല രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തവരാണ്. പടച്ചവന്റെ ഓരോരുത്തരുടെ ആ പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ. അല്ലാഹ് നമ്മുടെ നാട്ടിലുള്ള സർവ്വ യുവാക്കളെയും പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി, നിന്റെ പള്ളി, മദ്രസ, ദീനീ കേന്ദ്രങ്ങൾ സ്നേഹിക്കുന്ന ആളുകളായി നമ്മുടെ യുവാക്കളെ നീ വളർത്തണേ. ഇൻഷാ അല്ലാഹ് എല്ലാ പരിപാടിയും നമുക്ക് വിജയിപ്പിക്കണം. നാം വിചാരിച്ചതിനേക്കാളും വലിയ ഇസ്സത്തും ബഹറത്തും സന്തോഷവും നമ്മുടെ പരിപാടികളിൽ അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു ചെറിയ
എല്ലാം നീയത്തോടെ മൗലിദോദിയ അശർബൈത്ത് ചൊല്ലിയ പിന്നെ സലാത്ത് ചൊല്ലിയ മജ്‌ലിസാണ് ഇൻഷാഅല്ലാഹ്. ദുആക്ക് തീർച്ചയായും ഖിയാമത്തുണ്ടാകും. പലതവണ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് നമ്മളെ വിളിച്ച് റസൂൽ നമ്മുടെ സദസ്സിൽ നോക്കുന്നുണ്ടാവും. ഈ സദസ്സിൽ ആളുകളുണ്ടാവും. അല്ലാഹുവിന്റെ കറാമത്തും മുജിദത്തും കൊണ്ട് നമ്മുടെ ദുആക്ക് റബ്ബേ നീ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب إنك يوم القيامة أرحم الراحمين الملك الجبار يا سيدنا يا الله. مجلسني قبولك يا رب إلا حبيبا يا ربايا طه رسول الله صلى الله عليه وسلم. തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റബ്ബേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ പാടിയത്, ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഓതിയത്, ഞങ്ങൾ നൽകിയത്. യാ അല്ലാഹ്, ആരെ ഹബീബിനെ എന്ത് കുറവും ചെയ്യാനും പഠിച്ചവരെ നമ്മുടെ ഹബീബ് നമ്മുടെ സംഗീതച്ചോറയാണല്ലോ, നമ്മുടെ ജീവന്റെ തുടിപ്പാണല്ലോ, നമ്മുടെ ഈമാനിന്റെ ആവേശമാണല്ലോ പഠിച്ചവരെ. നമ്മുടെ എല്ലാം മഹാന്മാരായ സഹാബത്ത് വലിയ ഭാഗ്യവന്മാരാണ്. ഹബീബിനെ കണ്ടവരാ, ഹബീബിനെ നോക്കിയവരാ, ഹബീബിന്റെ ശബ്ദം കേട്ടവരാ, ഹബീബ് ചോദിക്കുമ്പോ ഉള്ളത് മുഴുവൻ ഹബീബിന്റെ മുന്നിൽ നീട്ടിക്കൊടുത്തവരാ. നമുക്ക് ആ ഭാഗ്യമില്ലല്ലോ, ഹബീബിനെ കണ്ടില്ലല്ലോ, ഹബീബിന്റെ പരിശുദ്ധ മദീന സിയാറത്ത് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഈ സദസ്സിന്റെ വർക്കത്തുകൊണ്ട് ആ ഹബീബിനെ നമുക്കൊന്ന് കാണിച്ചതാ, ഹബീബിനെ ഒന്ന് കാണിച്ചതാ. ഹബീബിന്റെ പരിശുദ്ധമായ മദീന ഒന്ന് സിയാറത്ത് ചെയ്യാൻ നീ ഭാഗ്യം തരാ. എത്ര ആളുകളാണ് അവിടെ പോകുന്നത്, എത്ര ആളുകളാണ് പോയിട്ട് സന്തോഷം പറയുന്നത്. പടച്ചോനെ, ഈ സദസ്സിലും എത്ര ആളുകളുണ്ട് ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, സിയാറത്ത് ചെയ്തവർ. അവരിൽ നിന്ന് കബൂലാക്കണയല്ല. ചെയ്യാത്ത ആ പുണ്യഭൂമികളെ ദർശിക്കാൻ ഭാഗ്യം കിട്ടാത്ത നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം നൽകണയുണ്ട്. ഹബീബായ തങ്ങളുടെ മോചിതത്വം കൊണ്ട് പടച്ചോനെ, ഈ സദസ്സിൽ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് തളർന്നു പോയവരാണല്ലോ. ഈ സദസ്സിലുള്ളവരുടെ വീട്ടുകാരിൽ, ഈ സദസ്സിലുള്ളവരുടെ അയൽവാസികളിൽ, ഈ സദസ്സിലുള്ളവരുടെ നാട്ടുകാരിൽ പടച്ചവനെ, ഈ സദസ്സിലുള്ളവരുമായി വസിയ്യത്ത് ചെയ്തവരിൽ അല്ലാഹ് നമ്മുടെ ദൈവീക പരിപാടിക്ക് വേണ്ടി സഹായം ചോദിച്ചപ്പോ 10,000 5,000 പടച്ചവനെ പല രൂപത്തിലുള്ള സഹായങ്ങൾ തന്നവർ റബ്ബേ, നമ്മുടെ കമ്മിറ്റികൾ ചോദിക്കുമ്പോ, നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾ ചോദിക്കുമ്പോ നല്ല രൂപത്തിലുള്ള സഹായങ്ങൾ നീട്ടിക്കൊടുത്തവർ അല്ലാഹ് ആ സഹായം നൽകുമ്പോ അവരുടെ കുടുംബത്തിലുള്ള പലരുടെയും രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണ്ടി വസിയ്യത്ത് ചെയ്തവരാണ് പടച്ചവരെ. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടർമാരുടെ മരുന്ന് കാണാനും പടച്ചവരെ നമ്മുടെ രോഗങ്ങൾ നീ മാറ്റിത്താ അല്ലാഹ്, ശിഫയാക്കിത്താ അല്ലാഹ്. അടിവായ തങ്ങളുടെ അടുത്ത് 7 രോഗം പിടിച്ച ആളുകൾ പോയി സങ്കടം പറയുമ്പോ അടിവായ തങ്ങൾ ഒന്ന് തടകി കൊടുക്കും, ഒന്ന് ഊതി കൊടുക്കും, ഒന്ന് നോക്കും. സുബ്ഹാനല്ലാഹ്, ആ വീടിന്റെ കാമ മോചിതത്വമുണ്ട്. ആ രോഗങ്ങൾ സ്വഹാബാക്കളുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയതുപോലെ എത്ര തവണ ഞങ്ങൾ ഇവിടെ വിളിച്ചു യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. പലതവണ ഞങ്ങൾ വിളിച്ചല്ലോ. അതിന്റെ കാരണം നമ്മുടെ രോഗങ്ങൾ മാറ്റിത്താ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കല്ലാഹ്. മുട്ടുവേദന, നടുവേദന, ഞാമ്പിന്റെ പ്രശ്നങ്ങൾ, തലവേദന, ഹാർട്ടിന്റെ അസുഖം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, ക്യാൻസർ പോലെയുള്ള മായാവ്യാധി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങളില്ലാത്തവരാരും ഈ സദസ്സിലില്ല. ഓരോരുത്തരുടെ ശരീരത്തിലും ബുദ്ധിമുട്ടുകളാണ്. മാറ്റണയല്ല, ശിവനങ്ങളെയല്ല. മരണം വരെ നീ തന്ന ആഫിയത്ത്, ആരോഗ്യം നമ്മുടെ ശരീരത്തിൽ നിലനിർത്തണയല്ല. ഏതെങ്കിലും അപകടങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തല്ലയല്ല. ആംബുലൻസുകളിൽ കയറ്റിക്കൊണ്ട് ആ ശബ്ദമുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് നമ്മുടെ ശരീരങ്ങൾ ഓടിക്കൊണ്ടുപോകുന്ന ഒരു ചുറ്റുപാട് വരുത്തല്ലേ അല്ലാഹ്, വരുത്തല്ലേ അല്ലാഹ്. ഐസിയുവിൽ കിടക്കുന്ന ഒരവസ്ഥ പടച്ചോനെ, വെന്റിലേറ്ററിൽ കിടത്തപ്പെടുന്ന ഒരവസ്ഥ, നമ്മുടെ മൂക്കിലെ, നമ്മുടെ വായിലെ, നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ചികിത്സിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാഹ്. അങ്ങനെയുള്ള പദാൽ ഈ സദസ് കൊണ്ട് നീ തട്ടി ദൂരത്താക്കല്ല. പടങ്ങളുണ്ടോ അത് വീട്ടിത്താല്ല, കെട്ടിച്ചു കൊടുക്കാൻ പ്രായമായ പെണ്ണുമക്കളുണ്ടല്ലോ. കടങ്ങളില്ലാതെ അവരുടെ പ്രായമാകുമ്പോ നല്ലവരുടെ കയ്യിൽ ഏൽപ്പിച്ച് സന്തോഷിക്കാൻ എല്ലാ ഉപ്പമാർക്കും നീ അവസരം ഉണ്ടാക്കണേ ഉണ്ട് അല്ലോ. മക്കളില്ലാതെ വലിയ വേദനയോടെ ദ്വാരക്കാരോ സീയത്ത് ചെയ്തോ കയ്യായ മക്കള്
നൽകുന്ന അതിന് എന്ത് തടസ്സമുണ്ടോ നീക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ സദസ്സിൽ ഒരുപാട് മക്കളുണ്ടല്ലോ, അവർ നമ്മുടെ മക്കളാണ് റബ്ബേ. ആ മക്കളെ സ്വാധീനങ്ങളാക്കുന്നു, ആലിമീകളാക്കുന്നു, ആഫിലീകളാക്കുന്നു റബ്ബേ. മക്കളെ കൊണ്ട് എപ്പോഴും തല ഉയർത്തിയിട്ട് ഇസ്സത്തോടെ നടക്കാനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കി താഴെ അല്ലാ. മക്കള് ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് തല താഴ്ത്തിയിടുന്ന ഇസ്സത്തില്ലായ്മ ഉണ്ടാകുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. എത്രയോ കമ്പനികൾ നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഉണ്ടോ അല്ലാ. സമയമാകുമ്പോ അവരെ നീ സലാമത്താക്കണേ അമ്മാനെ. കുറച്ചോടെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളും അല്ലാ, അവരാരാണ്, അവരെവിടെയാണ്, അവരുടെ തവറിന്റെ എല്ലാം അറിയുന്ന റബ്ബേ. അവർ വെളിച്ചമാക്കല്ല, അവർ വിശാലമാക്കല്ല. ഇതുപോലെ പല റബീഉൽ കഴിഞ്ഞു പോയപ്പോ ഞങ്ങളോടൊപ്പം പടച്ചവനെ മൗലിദോദാനും അല്ലാ ശീലനുണ്ടാക്കാനും അതിനു വേണ്ടിയിട്ട് സഹായം തേടാനും ഓടിപ്പോയവരാണ് പലരും. അല്ലാ അവർ വെളിച്ചമാക്കല്ല, അവർ വിശാലമാക്കല്ല. യാ അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. ആരോഗ്യ അധികമായ തങ്ങളുടെ പേര് ചോദിച്ച് സഹായം ചോദിച്ചപ്പോ നല്ല മനസ്സോട് തന്നോ. അത് ചെറുതായാലും വലുതായാലും അല്ലാ, ഭക്ഷണമായാലും വെള്ളമായാലും പടച്ചവനെ ആ തന്നവനെ മുഴുവനും നീ പകുതിയാക്കല്ല. അവർ തന്നതിനേക്കാൾ വലിയ ബർക്കത്ത് അവരുടെ ജീവിതത്തിൽ നീ നൽകണേ. അവരുടെ ഓരോ അധ്വാനങ്ങളും അല്ലാ നിന്റെ അടുത്ത് ഫലമുള്ള അധ്വാനങ്ങളാക്കണേ. പടച്ചവനെ ഇനിയും ഒരുപാട് കൊല്ലം റബീഉൽ 12 കടന്നു വരുമ്പോ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, പാടത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ഇതുപോലെ ഹബീബിന്റെ മജ്‌ലിസിൽ കടന്നു വരാനും സ്വലാത്ത് ചൊല്ലാനും അശ്റഫ് പാടാനും പടച്ചോനെ ആവേശത്തോടെ നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ പറയാനും ആഫിയത്തോടെ നമ്മുടെ ആയുസ് നീട്ടിത്താ അല്ലാഹ്, ആയുസ് നീട്ടിത്താ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. قبولك الله بحق سيدنا محمد وببركة رسول الله صلى الله عليه وسلم وبفضل رسول الله صلى الله عليه وسلم. آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.